ബംഗാൾ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചർച്ചാ വിഷയമായ ബാബരി മസ്ജിദ് പുനർനിർമ്മാണം. മുർഷിദാബാദ് കൊൽക്കത്ത ദേശീയപാതയോരത്ത് അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ മോഡലിൽ 15 ഏക്കറിൽ ഉയർന്ന പള്ളി തൃണമൂൽ കോൺഗ്രസിനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. മുൻ തൃണമൂൽ നേതാവ് ഹുമയൂൺ കബീറിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ബംഗാൾ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളൽ സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹുമയൂൺ കബീർ അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ രൂപത്തിലുള്ള പള്ളി നിർമ്മിക്കുന്നത്. മുർഷിദാബാദ് ജില്ലയിലെ ഭരത്പൂരിലാണ് 56 കോടി ചിലവിട്ടുള്ള പള്ളി നിർമ്മാണം. പള്ളി നിർമ്മാണ പ്രഖ്യാപനത്തിന് പിന്നാലെ കബീറിനെ പുറത്താക്കിയ മമതയുടെ നടപടി പ്രദേശത്തെ 60% വരുന്ന മുസ്ലിം വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തുമോ എന്ന് കണ്ടറിയണം. 2 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ പ്രദേശം ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് സമാനമായി മാറിയിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിന് പുറമെ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. മമതയുടെ നടപടി വിശ്വാസികൾക്കിടയിൽ വിള്ളലുണ്ടാക്കിയെന്ന് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ആരോപിക്കുന്നു. अगर आप जगन्नाथ मंदिर कर सकते हैं, अगर आप दुर्गायन कर सकते हैं, आप महाकाल मंदिर कर सकते हैं, उसमें तो हमारा कोई दिक्कत नहीं है. कोई मुस्लिम का कोई दिक्कत नहीं है. आप एक क्यों, आप 100 बनाइए. तो हुमायूं कबीर साहब बोले या कोई मुस्लिम बोले तो उसको मस्जिद बनाना, उसको धर्म पालन करना, तो इसमें तो कोई अफराध नहीं है. अगर ऐसा कोई पार्टी सोचते हैं कि मस्जिद बनाना उसका अफराध है, जुल्म है, और इसी जुल्म में उसको अपनी पार्टी से हटाता है, तो ये बहुत गलत हुआ है. മുർഷിദാബാദിലെ 22 നിയമസഭാ മണ്ഡലങ്ങളിൽ 20 എണ്ണവും നിലവിൽ തൃണമൂലിന്റെ കൈവശമാണ്. എന്നാൽ ഹുമയൂൺ കബീർ ഉയർത്തുന്ന ഈ വെല്ലുവിളി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന്റെ അടിത്തറ ഇളക്കുമോ എന്നതാണ് ചോദ്യം. കബീർ BJP ഏജന്റാണെന്ന പ്രചാരണം തൃണമൂലിന്റെ ഭാഗത്തു നിന്ന് ശക്തമായി നടക്കുന്നുണ്ട്. അയോധ്യയിൽ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ മാതൃക ബംഗാൾ മണ്ണിൽ ഉയരുമ്പോൾ അത് കേവലം ഒരു ആരാധനാലയ നിർമ്മാണം എന്നതിലുപരി കൃത്യമായ രാഷ്ട്രീയ കരുനീക്കം കൂടിയായി മാറുകയാണ്. തൃണമൂലിന്റെ അടിത്തറയായ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് BJP തന്നെയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന ആരോപണവും ശക്തമാണ്. ബാബറി മസ്ജിദിൻ്റെ തകർച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൻ വിവാദങ്ങളും വൻ മാറ്റങ്ങളുമാണ് സൃഷ്ടിച്ചത്. അതിനുശേഷം ഇതാ ബാബറി മസ്ജിദ് ഒരിക്കൽ കൂടി രാഷ്ട്രീയ വിഷയമാകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള പശ്ചിമ ബംഗാളിലാണ് ഇത് വീണ്ടും രാഷ്ട്രീയ വിഷയമായി ഉയർന്നിരിക്കുന്നത്. ബാബറി മസ്ജിദ് പുനർനിർമ്മാണം അതേ രീതിയിൽ തന്നെ പശ്ചിമ ബംഗാൾ നടത്തും എന്ന പ്രഖ്യാപനമാണ് ഇതിനൊക്കെ വഴിതെളിച്ചത്. ഹുമയൂൺ കബീർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഈ പ്രഖ്യാപനം വെറും പ്രഖ്യാപനമല്ല, അത് പണി തുടങ്ങിക്കഴിഞ്ഞു ബാബറി മസ്ജിദിൻ്റെ എന്നതാണ് ഈ സ്ഥലത്ത് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ അമൽ വടകരക്കൊപ്പം KS ശരത്ലാൽ, വെസ്റ്റ് ബംഗാൾ.